ടെക്നോയുടെ ടെക്നോ പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പാഡ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 10.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ HD റെസൊല്യൂഷന് ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. 8000x1280 എന്ന റെസൊല്യൂഷനിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ബേസിക് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ് വരിക. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഈ ടാബിൽ വരിക. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറയാൻ തന്നെയാണ് സാധ്യത. പിന്നെ ടാബിന്റെ തിക്നെസ് വരിക 7.35 mm ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിന്റെ ഒരു ഗ്രേ കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ വേരിയന്റും ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G80 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസറാണ്. ഇപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ടാബിന്റെ വില എന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസർ എന്നൊക്കെ പറയാവുന്നതാണ്. അതിന് മുകളിലാണെന്നെങ്കിൽ അത്ര മികച്ച പ്രോസസർ എന്നും പറയാൻ പറ്റില്ല. പിന്നെ ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും പിന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വന്നേക്കാം. ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 4GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരുന്നതായിരിക്കും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരിക്കും ഈ ടാബിൽ വരിക. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 13 മെഗാ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറയും വന്നേക്കാം. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. ടാബ് എന്നുള്ളത് ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വരുന്ന ആഴ്ചകളിലായിട്ട് തന്നെ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു ടാബിൽ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വില നമുക്ക് ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ടെക്നോയുടെ ടെക്നോ പാഡ് എന്ന ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.